മക്കളെ, കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആരായിരുന്നു നമ്മുടെ യേശുക്രിസ്തു? എങ്ങനെയായിരുന്നു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നതെന്നും നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും ഒരു ധ്യാന ഗുരു പറഞ്ഞ് മനസ്സിലാക്കി തന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായ രീതിയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മറ്റൊന്നുമല്ല, എന്താണ് പരിശുദ്ധമായ കുർബാന, എങ്ങനെ നാം പരിശുദ്ധമായ കുർബാനയെ സംബന്ധിക്കണം എന്നതിനെക്കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആമുഖമായിട്ട് തന്നെ ഞാൻ പറയുകയാണ്, പരിശുദ്ധ കുർബാന തരുവാൻ വേണ്ടി നമ്മുടെ കർത്താവ് ക്രൂശിൽ സഹിച്ചതുപോലെ മറ്റൊന്നിനും വേണ്ടി നമ്മുടെ കർത്താവ് സഹിച്ചിട്ടില്ല. കാനായിലെ കല്യാണ വീട്ടിൽ യേശുവിന് അത്ഭുതം ചെയ്യുവാൻ അവനവന്റെ ശരീരത്തിൽ സഹിക്കേണ്ടി വന്നിട്ടില്ല. നമുക്ക് ജോലി തരുവാനോ, നമ്മുടെ മക്കൾക്ക് പഠിക്കുവാനോ, നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനോ, ഈ അനുഗ്രഹങ്ങളൊന്നും നൽകുന്നതിന് വേണ്ടി അവനവന്റെ ശരീരത്തിൽ സഹിക്കേണ്ടി വന്നിട്ടില്ല. കാരണം പഴയ നിയമത്തിലും ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നെ മനുഷ്യർക്ക് കിട്ടിയിരുന്നു. പഴയ നിയമത്തിൽ കിട്ടാതെ ഇരുന്നതും പുതിയ നിയമത്തിൽ യേശുവിന്റെ വരവോടുകൂടി, യേശുവിന്റെ മരണത്തോടുകൂടി മാത്രം പുതിയ നിയമ മനുഷ്യർക്ക് കിട്ടിയ ദൈവത്തിന്റെ ചുരുക്കം ചില അനുഗ്രഹത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അത് ഒന്നാമത്തെ അനുഗ്രഹമാണ് അവന്റെ ശരീരവും രക്തവും. നമ്മൾ എന്താ ചോദിക്കുന്നത്? കർത്താവേ, അങ്ങക്ക് ഫ്രീ ആയിട്ട് തരാൻ പറ്റുന്ന അനുഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ പോരട്ടെ. അവൻ തരും, ഒരു മടിയുമില്ല. നിങ്ങൾക്ക് ജോലി വേണമെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് മക്കളെ വേണമെന്ന് പറഞ്ഞു, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഈ അനുഗ്രഹങ്ങളെല്ലാം അവൻ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ കർത്താവ് പറയുക, മക്കളെ, പ്രാണം പൊട്ടി ഞാൻ നിങ്ങൾക്കൊരു അനുഗ്രഹം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് നീട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വേണ്ട. നിങ്ങൾക്ക് 100-ാമത്തെയും 60-ാമത്തെയും 50-ാമത്തെയും ഒക്കെ അനുഗ്രഹം മതി. ഒന്നാമത്തെ അനുഗ്രഹമായ യേശുവിനെ വേണ്ടേ? യേശുവിൻ്റെ ശരീരം വേണ്ടേ? യേശുവിൻ്റെ രക്തം വേണ്ടേ എന്നാ അവൻ ചോദിക്കുന്നത്. കാലിത്തൊഴുത്തിലേക്ക് യേശു പിറന്നു വീണത് പരിശുദ്ധ കുർബാനയാവാനായിട്ടാ. അമ്മയുടെ മാറുപറ്റി ഈജിപ്തിലേക്ക് പലായനം ചെയ്തത് പരിശുദ്ധ കുർബാനയാവാനായിട്ടാ. ഐസ് തണുത്തുറയുന്ന ആ സായം സന്ധ്യയില് -ഡിഗ്രി ഊഷ്മാവാണ്. ആ തണുത്തുറഞ്ഞ ആ മലഞ്ചെരുവുകളിലൂടെയാണ് യേശു കുഞ്ഞിനെയും കൊണ്ട് തൻ്റെ അമ്മ പലായനം ചെയ്തത്. 30 വർഷക്കാലം ആരാലും അറിയപ്പെടാതെ തച്ചപ്പണി ചെയ്ത് വീട്ടിൽ കഴിഞ്ഞത് പരിശുദ്ധ കുർബാനയാവാനായിട്ടാ. 3 വർഷക്കാലം തൻ്റെ പരസ്യമായ ശുശ്രൂഷയെ ലോകമെങ്ങും ചുറ്റി നടന്ന് നന്മ ചെയ്തത് പരിശുദ്ധ കുർബാനയാവാനായിട്ടാ. അവസാനം ഗത്സമൻ തോട്ടത്തില് ഒലിവ് മരത്തിന്റെ ചുവട്ടിൽ കൈമുട്ടുകൾ കുത്തിയിരുന്ന് രക്തം കണ്ണുനീരായി പെയ്യുന്ന സായം സന്ധ്യയിൽ ആ 33-കാരനായ മകൻ തൻ്റെ പിതാവിനോട് ചോദിക്കുക, ആകാശത്തിന്റെ മറവിൽ എവിടെയോ മറഞ്ഞിരിക്കുന്ന എൻ്റെ അപ്പ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിത്തരണമെന്ന് ഹൃദയം പൊട്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചത് പരിശുദ്ധ കുർബാനയാവാനായിട്ടാ. ഇത്രയും വലിയ പ്രാർത്ഥനയൊന്നും ലോകത്ത് ആരും പ്രാർത്ഥിച്ചിട്ടില്ല. ഒറ്റ രാത്രി കൊണ്ട് 4 കോടതി മുറികൾ അവനെ വിചാരണ ചെയ്തത് പരിശുദ്ധ കുർബാനയാവാനായിട്ടാ. ഹെറോദോസിന്റെയും കയ്യാപ്പായുടെയും ഹന്നാസിന്റെയും പീലാത്തോസിന്റെയും കോടതി മുറിയിൽ ഒരു നാണം കെട്ടവനെ പോലെ നമ്രശിരസ്കനായി തലകുനിച്ച് നിന്നത് പരിശുദ്ധ കുർബാനയാവാനായിട്ടാ. ഭ്രാന്തനെന്നും മദ്യപാനിയെന്നും വേശ്യകളുടെ സ്നേഹിതനുമെന്നുമുള്ള വിളിപ്പേരവന്റെ മേൽ ചാർത്തപ്പെട്ടത് പരിശുദ്ധ കുർബാനയാവാനായിട്ടാ. കൽത്തൂണിലേക്ക് കെട്ടിയിടപ്പെട്ട് കാരിരുമ്പിന്റെ കായബലമുള്ള പടയാളി ചാട്ടവാറുകൊണ്ട്, ചാട്ടവാർ എന്ന് പറയുന്നത് ഈയക്കട്ടകളും കാരിരുമ്പാണികളും അസ്ഥി കഷണങ്ങളും ഒക്കെ ചേർത്തുണ്ടാക്കിയ ഒരു മാരകായുധമായിരുന്നു ഈ ചാട്ട എന്ന് പറയുന്നത്. ഈ ചാട്ട കൊണ്ട് 33-കാരനായ ഒരു ചെറുപ്പക്കാരന്റെ മൃദുലമായ ശരീരത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ ഓരോ അടിക്ക് ശേഷം ചാട്ടയോടൊപ്പം മാംസക്കട്ടകൾ പറഞ്ഞു തൂങ്ങി തിരിച്ചു പോരുന്ന മാരക മരണവേദന അനുഭവിച്ചത് പരിശുദ്ധ കുർബാനയാവാനായിട്ടാ. വിശുദ്ധ നാട്ടിൽ ചെല്ലണം. അവിടെ ഒരു കിടങ്ങുണ്ട്. രാത്രി മുഴുവൻ അടികൊണ്ട് തളർന്ന വേദനയിലും പ്രയാസത്തിലും കഴിയുന്ന നമ്മുടെ കർത്താവിനെ ആ കിടങ്ങിനകത്ത് സൂക്ഷിക്കുന്നത്. പിറ്റേ പ്രഭാതത്തിൽ അവനെ വീണ്ടും വസ്ത്രം ധരിപ്പിച്ച് ഗോകുൽത്താമലയിലേക്ക് നടന്നു നീങ്ങുന്ന ചുവർ ചിത്രങ്ങളൊക്കെ നമ്മൾ ദേവാലയങ്ങളിലും നമ്മുടെ ഭവനങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്.
വളരെ ആരോഗ്യവാനായിട്ടുള്ള ഒരു ക്രിസ്തു തൻ്റെ തോളത്തൊരു കുരിശുമൊക്കെ ആയിട്ട് ലാഘവബുദ്ധിയോടെ നടന്നു പോകുന്ന ഒരു കർത്താവിൻ്റെ ഫോട്ടോയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ അതൊന്നുമല്ല ക്രൂശ് മരണം. ജസേബോസ്, ഒക്ടേവിയൻ എന്നൊക്കെ പറയുന്ന യഹൂദ ചരിത്രകാരന്മാർ ചരിത്ര താളുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ കർത്താവിനെ ക്രൂശിൽ മരിപ്പിച്ചതെന്നും കൊന്നതെന്നും. അതെങ്ങനെയാണെന്നറിയുമോ? തന്നെക്കായി 10 ഇരട്ടി ഭാരമുള്ള ഒരു കുരിശിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ കർത്താവ് ചുമക്കുന്നത്. നെടുകെയുള്ള ഭാഗം ഓൾറെഡി ഗോകുൽത്താമലയിൽ നാട്ടിവെച്ചിട്ടുണ്ടാകും. കുറുകെയുള്ള ഭാഗമാണ് നമ്മുടെ കർത്താവ് ചുമക്കുന്നത്. അതും തോളി വെച്ച് ചുമക്കുകയല്ല, കഴുത്തിന് പുറകിലോട്ട് കയറുകൊണ്ട് കെട്ടും. അപ്പൊ നമ്മുടെ കർത്താവ് ഗോകുൽത്താമലയിലേക്ക് നടന്നു നീങ്ങുന്നത് കുരിശിന്റെ ആകൃതിയിലാണ്. കുരിശിന്റെ വഴി പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം, നമ്മുടെ കർത്താവ് 3 പ്രാവശ്യം വീണുവെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ മനസ്സിലായത് സഭാവിശ്വാസികൾക്ക് വേണ്ടി സഭാപിതാക്കന്മാര് നിജപ്പെടുത്തി കൊടുത്ത ഒരു സംഖ്യ മാത്രമാണ് ഈ 3 എന്ന് പറയുന്നത്. 3 ആയിരിക്കത്തില്ല, 30 വീണിട്ടുണ്ടാകും. 3 വീണാലും 30 വീണാലും 300 വീണാലും വീണവൻ വീണത് മുഖമിടിച്ചാണ്. മുഖമിടിച്ച് വീണത് പരിശുദ്ധ കുർബാനയാവാനായിട്ടാ. അവസാനം കാൽവരിയുടെ നെറുകയിലേക്ക് നടന്നു നീങ്ങുന്നതിൻ്റെ തലേ രാത്രി തൻ്റെ 12 ശിഷ്യന്മാരെ അരികെ വിളിച്ചിട്ട് നമ്മുടെ കർത്താവ് പറയും, മക്കളെ, നാളെ എൻ്റെ ശരീരം കാൽവരിയിലൂടെ കീറി മുറിക്കപ്പെടും, എൻ്റെ രക്തം ചാലുകീറായി ഒഴുകും. കർത്താവ് അപ്പവും മീഞ്ഞുമെടുത്ത് തൻ്റെ പിതാവിൻ്റെ നേർക്കുനേർ സ്തോത്രം ചൊല്ലി വാഴ്ത്തി നുറുക്കിയതിന് ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഈ അപ്പം എൻ്റെ ശരീരമാകുന്നു, ഈ വീഞ്ഞ് എൻ്റെ രക്തമാകുന്നു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, മക്കളെ, ഞാൻ വരുന്നിടം വരെയും എൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ ഇപ്രകാരം ചെയ്യുവിൻ. നമ്മൾ എത്ര പേർ ഓർക്കാറുണ്ട്? എല്ലാ ആഴ്ചയിലും പരിശുദ്ധമായ കുർബാനയെ സംബന്ധിക്കുന്ന എത്ര പേരുണ്ട്? ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും പോയി പരിശുദ്ധമായ കുർബാനയെ സംബന്ധിക്കുന്ന എത്ര പേരുണ്ട്? ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും പോയി പരിശുദ്ധമായ കുർബാനയെ സംബന്ധിക്കുന്ന എത്ര പേരുണ്ട്? ഇനി ഞാൻ പുറകോട്ട് ചോദിക്കുന്നില്ല. അവസാനം 2 തടിക്കഷണങ്ങൾ തമ്മിൽ ചേർത്ത് കെട്ടി കുരിശാക്കി 4-5 ഇഞ്ചോ നീളത്തിലുള്ള ആണി, കൈവെള്ളയിലല്ല കൈത്തണ്ടയിലാണ് ആണി തറച്ചത്. കാലിലും കയ്യിലും ആണി തറച്ചപ്പോൾ രക്തം ചീറ്റിയത് പരിശുദ്ധ കുർബാനയാവാനായിട്ടാ. വിലാവ് കുത്തി തുറക്കപ്പെട്ടപ്പോൾ രക്തവും വെള്ളവും ഒഴുകിയത് പരിശുദ്ധ കുർബാനയാകാനായിട്ടാ. കാറിത്തുപ്പുന്ന അനുഭവം അവന്റെ ജീവിതത്തിൽ ഏറ്റത് പരിശുദ്ധ കുർബാനയാവാനായിട്ടാ. മകൻ പ്രാണവേദനയോടെ നിലവിളിക്കുന്ന കുരിശിന്റെ ചുവട്ടിൽ പെറ്റതള്ള നെഞ്ചുപൊട്ടി നോക്കി നിന്നത് മകനെ പരിശുദ്ധ കുർബാനയാക്കാനായിട്ടാ. അവസാനം മകൻ പറയുക, അപ്പാ, നീ പോലും എന്നെ ഉപേക്ഷിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ ആത്മാവിനെ അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്നും പറഞ്ഞ് കണ്ണും പൂട്ടി മരിച്ചത് പരിശുദ്ധ കുർബാനയാവാനായിട്ടാ. ചേമ്പൻ തണ്ടും താളുപോലെ വാടിത്തളർന്ന മകന്റെ മൃതശരീരവും മടിയിലെടുത്തു പെറ്റതള്ള നെഞ്ചു പൊട്ടി 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 കരഞ്ഞത് മകനെ പരിശുദ്ധ കുർബാനയാക്കാനായിട്ടാ. കടം വാങ്ങിയ കല്ലറയിൽ അവനെ അടക്കിയത് പരിശുദ്ധ കുർബാനയാവാനായിട്ടാ. ഒരു നിവേദ്യം പോലെ അവൻ്റെ ശരീരവും രക്തവും നമ്മുടെ മുന്നിൽ നമുക്ക് തരുമ്പോൾ നമുക്ക് നമ്മുടെ ജോലി മതി, നമ്മുടെ ആരോഗ്യം മതി, നമ്മുടെ മക്കളുടെ എൻട്രൻസ് മതി. എന്നിട്ട് ദുരിതങ്ങൾ വരുമ്പോൾ നമ്മൾ പറയുക, കർത്താവേ, ഞങ്ങൾക്ക് ജോലി താ, ഞങ്ങൾക്ക് മക്കളെ താ, ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തിത്താ. കർത്താവ് പറയും, മക്കളെ, പ്രാണം പൊട്ടി ഞാൻ നിങ്ങൾക്കൊരനുഗ്രഹം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് നീട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വേണ്ടേ? നിങ്ങളുടെ കുടുംബങ്ങൾക്കത് വേണ്ടേ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കത് വേണ്ടേന്നാ കർത്താവ് നമ്മളോട് ചോദിക്കുന്നത്. കർത്താവ് പറയുകയാണ്, മരണവേദന എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. മരണത്തെക്കാൾ വലുതായിരുന്നു എൻ്റെ വേദനയെന്നും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ കർത്താവിനെ നമ്മൾ മറന്നു പോകരുത്. ഇനി ഞാൻ ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കാം. പരിശുദ്ധമായ കുർബാന നടക്കുമ്പോൾ ഒരുപാട് ആളുകൾ മൊബൈൽ ഫോണും ഒക്കെ ആയിട്ട് ഓടുന്നത് കാണാം. ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ നോക്കുന്നവരെ കാണാം. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇരിക്കുമ്പോൾ ഇതുപോലെ നിങ്ങൾക്കൊരു ഫോൺ കോൾ വന്നാൽ നിങ്ങൾ അതും എടുത്തുകൊണ്ട് ഓടുമോ? പോലീസ് സൂപ്രണ്ടിന്റെ ഫ്രണ്ടിൽ പരാതി ബോധിപ്പിക്കാനായിട്ടിരിക്കുക, 5 മിനിറ്റ് എന്ന് പറഞ്ഞ് അതും എടുത്തുകൊണ്ട് നിങ്ങൾ ഓടുമോ? അതിൻ്റെയൊക്കെ അർത്ഥം എന്താ? നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിന് വെറും വില കെട്ടവനാണെന്നല്ലേ അതിൻ്റെ അർത്ഥം? വെറും വേസ്റ്റ് ആണെന്നല്ലേ അതിൻ്റെ അർത്ഥം? എത്രയോ പേരാ പള്ളിയിൽ വൈകി വരുവാനായിട്ട് നിർബന്ധിതരാകുന്നത്. പള്ളിയിൽ വൈകി വരുന്നത് നല്ലത്.
നിങ്ങളുടെ മകനോ മകൾക്കോ 10ാം ക്ലാസ്സിലെ എക്സാം നടക്കുക, 9:30 മണിക്ക് ഹാളിൽ കയറണം, 10 മണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഏതെങ്കിലും അപ്പനും അമ്മയും പറയുമോ നീ ഇവിടുന്ന് 11 മണിക്കേ പോകാവുള്ളൂ എന്ന്? നിങ്ങളുടെ മകനോ മകൾക്കോ സർജറിയാണ്, കോട്ടയത്ത് നിന്ന് ട്രിവാൻഡ്രത്തിന് പോകണം, 11:30 സർജറി. ഏതെങ്കിലും അപ്പനും അമ്മയും പറയുമോ ഡോക്ടർ തീരുമാനത്തിന് ഓരോ സമയം വെച്ചാൽ ഇവിടെ പോകുവാനായിട്ട് ആളെ കിട്ടത്തില്ല, ഞങ്ങൾ ഇവിടുന്ന് 3:30 പോവുള്ളെന്ന് ആരെങ്കിലും പറയുമോ? എല്ലാം പോട്ടെ, ഒരു കല്യാണത്തിന് പോലും നമ്മൾ വൈകി പോകാറുണ്ടോ? നമ്മുടെ എല്ലാ കാര്യത്തിനും ഒരു കൃത്യനിഷ്ഠയുണ്ടായിരുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ കാര്യം വന്നപ്പോൾ ഒരു കൃത്യനിഷ്ഠയില്ലല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ കുടുംബത്തിന് വെറും വേസ്റ്റ് ആണെന്നല്ലേ അതിൻ്റെ അർത്ഥം? വെറും വില കെട്ടവനാണെന്നല്ലേ അതിൻ്റെ അർത്ഥം? ഞാൻ ആരെയും വിധിക്കുകയല്ല, അതിനുള്ള അവകാശവും എനിക്കില്ല, ചൂണ്ടിക്കാണിച്ചെന്ന് മാത്രം. തീർന്നിട്ടില്ല. ചില ആളുകളൊക്കെ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, കുറച്ചു നേരമൊക്കെ പള്ളിയിലൊക്കെ നിന്ന് കഴിയുമ്പോഴേക്കും, കുറച്ചു നേരം പ്രാർത്ഥനയൊക്കെ ഒന്ന് കൂടിപ്പോയാൽ നമ്മളിൽ ഓരോരുത്തരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതെപ്പം തീരും? ഞങ്ങളുടെ നട്ടെല്ല് പൊട്ടുന്നു, കണ്ണി അകലുന്നു, കാലിന് വേദന, കൈക്ക് വേദന, പല പരാതികളാണ് നമ്മുടെ ജീവിതത്തിൽ. ഒരു കാലത്ത് ഞാനും അങ്ങനെ ചിന്തിച്ചവളാം. എന്നാൽ എൻ്റെ കർത്താവ് എനിക്ക് അതിനുള്ള മറുപടി തന്നു. കർത്താവ് ചോദിക്കുക, കുഞ്ഞെ, നീ ദേവാലയത്തിൽ വന്നിട്ട്, നീ മദ്ബഹായുടെ മുമ്പിൽ നിന്നിട്ട് നീ ആഘോഷിക്കുന്നത്? എന്താ നീ ഓർക്കുന്നത്? കർത്താവേ, അങ്ങയുടെ മരണത്തെയാണ് ഞാൻ ഓർക്കുന്നത്. നിനക്കറിയുമോ എൻ്റെ മരണം എന്താണെന്ന്? ജെറുസലേം ദേവാലയത്തിൽ യേശുവിൻ്റെ കാലത്ത് 2 ലക്ഷം കുഞ്ഞാടുകളുടെ കഴുത്തറക്കപ്പെടുമായിരുന്നു. യേശുവിൻ്റെ കാലത്ത്, ചുമ്മാ പറയുന്നതല്ല, ചരിത്രമൊക്കെ വായിച്ചു നോക്കണം. അപ്പോൾ ഈ 2 ലക്ഷം കുഞ്ഞാടുകൾ അനുഭവിച്ച വേദനയേക്കാൾ വലുതായിരുന്നു എൻ്റെ വേദന. കുഞ്ഞാടിൻ്റെ കഴുത്തറക്കപ്പെടുമ്പോൾ കുഞ്ഞാടിനതൊരു എൻ്റർടൈൻമെൻറ്റ് ഈവൻ്റ് ആയിരുന്നില്ല, കുഞ്ഞാടിനതൊരു രസകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നില്ല. കുഞ്ഞാട് കിടന്ന് പിടയായിരുന്നു. അപ്പോൾ കുഞ്ഞാട് പിടഞ്ഞു മരിച്ചതിൻ്റെ ഓർമ്മയാണ് നീ ആഘോഷിക്കുന്നതിന് വേണ്ടി നീ ദേവാലയത്തിലേക്ക് നീ കടന്നു പോകുന്നെങ്കിൽ നിനക്ക് സുഖിച്ച് നിന്ന് ആഘോഷിക്കണം. സുഖിച്ച് ഇരുന്ന് ചാരി കിടന്ന് ആനന്ദിച്ച് നിനക്ക് പരിശുദ്ധ കുർബാനയെ നിനക്ക് സംബന്ധിക്കണം. നട്ടെല്ല് പൊട്ടി നീ പരിശുദ്ധമായ കുർബാനയെ നീ സംബന്ധിക്കണം. വാദം പിടിച്ച നിന്റെ കാല്, ഡയബറ്റിസ് പിടിച്ച കാലുമായിട്ട് നീ പരിശുദ്ധമായ കുർബാനയെ നീ സംബന്ധിക്കണം. ഇരിക്കണമെന്ന് തോന്നുമ്പോഴും നീ നിൽക്കണം. നട്ടെല്ല് വളഞ്ഞിരിക്കുന്ന അവസ്ഥയിലും നീ പരിശുദ്ധമായ കുർബാനയിൽ നീ നിൽക്കണം. അപ്പം നീ കാണും യേശുവിൻ്റെ സൗഖ്യം എങ്ങനെയാണ് നിന്നിലേക്ക് കടന്നു വരുന്നതെന്ന് നീ കാണും. പ്രിയമക്കളെ, നമ്മളൊക്കെ ഓർക്കണം, പരിശുദ്ധമായ കുർബാനയിലൊക്കെ ഒന്ന് സംബന്ധിക്കുവാനും വിശുദ്ധമായ കുമ്പസാരത്തിലൊക്കെ ഒന്ന് ഏർപ്പെടുവാനായിട്ടൊക്കെ നമ്മളിലൊക്കെ ഉണ്ടാകുന്ന ആ മടി, പള്ളിയിൽ പോലും പോകുവാനായിട്ട് നമ്മൾക്ക് മടിയാണ്. ഇപ്പം നമുക്ക് പറയാം, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ട ഒരു കാര്യമാണ്, ഇന്ന് പള്ളിയിൽ പോയില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഇതാണ്, 6 മാസത്തോളമായി ഞങ്ങൾ പള്ളിയിൽ പോയിട്ട്. ഇപ്പം അതെല്ലാം കോവിഡിൻ്റെ മറവിൽ ഒന്ന് ഒതുക്കി വെച്ചേക്കുക. ഇപ്പം എല്ലാവർക്കും സന്തോഷമാണ്. ഒരു ഞായറാഴ്ച ഉണ്ടായിരുന്നത് പള്ളിയിൽ പോയി സമയം കളയുന്നതിന് പകരം വീട്ടിലിരുന്ന് ചിലവഴിക്കാനൊക്കെ എല്ലാവരും സന്തോഷിക്കുന്നു. എന്നാൽ എൻ്റെ പ്രിയ മക്കൾ ഇത് ഓർക്കണം, പരിശുദ്ധമായ കുർബാന തരുവാൻ വേണ്ടി നമ്മുടെ കർത്താവ് ക്രൂശിൽ സഹിച്ചതുപോലെ മറ്റൊന്നിനും വേണ്ടിയും നമ്മുടെ കർത്താവ് സഹിച്ചിട്ടില്ല. ചുരുങ്ങിയത് എല്ലാവരും തന്നെ അധികമൊക്കെ താമസിക്കാതെ തന്നെ പരിശുദ്ധമായ കുമ്പസാരത്തിൽ ഏർപ്പെട്ട് പരിശുദ്ധമായ കുർബാന സ്വീകരിച്ച് കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.